ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും വലിയ തോതിലുള്ള സ്ഫോടനങ്ങളും വെടിവെപ്പും നടത്താൻ പദ്ധതിയിട്ട പാകിസ്ഥാൻ ISIS പിന്തുണയുള്ള ഭീകരവാദ സംഘത്തിനെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ പിടികൂടി. ഷഹസാദ് ബാട്ടി മൊഡ്യൂൾ എന്ന് വിളിക്കപ്പെടുന്ന സംഘത്തിലെ 9 പേരെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടിയിലായവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. ഡൽഹിയിലെ ഒരു പുരാതന ക്ഷേത്രത്തിൽ ആക്രമണം നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നു. ക്ഷേത്രത്തിന് കാവൽ നിൽക്കുന്ന പോലീസ് പാരാമിലിറ്ററി ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്ത ശേഷം ഭക്തരെ ലക്ഷ്യം വെക്കാനായിരുന്നു നീക്കം. ഇതിനായി പ്രതികൾ ക്ഷേത്രത്തിന്റെ ചിത്രങ്ങൾ പാകിസ്ഥാനിലെ ഹാൻഡ്ലാർമാർക്ക് അയച്ചു കൊടുത്തിരുന്നു. ഡൽഹി സോനിപത്ത് ഹൈവേയിൽ ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന പ്രശസ്തമായ ഒരു ധാബയിൽ ഗ്രനേഡ് ആക്രമണം നടത്താനും ഇവർ ലക്ഷ്യമിട്ടിരുന്നു. ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തിയും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. ഹരിയാനയിലെ ഹിസാറിലുള്ള സൈനിക ക്യാമ്പും ഇവരുടെ പട്ടികയിലുണ്ടായിരുന്നു. പ്രതികളിൽ ഒരാൾ ക്യാമ്പ് സന്ദർശിച്ച് ദൃശ്യങ്ങൾ പകർത്തി പാകിസ്ഥാനിലേക്ക് അയച്ചിരുന്നു. ഉത്തർപ്രദേശിലെ ചില പോലീസ് സ്റ്റേഷനുകളിൽ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരെയും ആക്രമിക്കാൻ ഇവർക്ക് പദ്ധതിയുണ്ടായിരുന്നു. അറസ്റ്റിലായവരിൽ നിന്ന് വിദേശ നിർമ്മിത തോക്കുകളും മറ്റ് മാരകായുധങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പാകിസ്ഥാനിലിരുന്നാണ് ഭീകരവാദ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള മുൻകാല സൈനിക നടപടികൾ പാകിസ്ഥാന്റെ പ്രതിരോധത്തെ എങ്ങനെയെല്ലാം ബാധിച്ചുവെന്നതും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. പഞ്ചാബ് ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പിടികൂടിയ ഈ ഭീകര സംഘം രാജ്യത്തെ സമാധാനാന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള വലിയൊരു ശൃംഖലയുടെ ഭാഗമാണെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു. ഉത്സവ സീസണുകൾക്ക് മുന്നോടിയായി സുരക്ഷാ ഏജൻസികൾ അതീവ ജാഗ്രതയിലാണ്.